ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ 3-ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹരിത അയൽക്കൂട്ട വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. 200ഓളം പേർ ഈ ജനകീയ ക്യാമ്പയിനിൽ പങ്കെടുത്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. 11-ാം വാർഡിനെ ജനുവരി 26-ന് സമ്പൂർണ്ണ ശുചിത്വ വാർഡായി പ്രഖ്യാപിക്കുന്നതിനുള്ള കർമ്മപദ്ധതി ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കി. ജനകീയ ക്യാമ്പയിന്റെ വാർഡുതല നിർവഹണ സമിതി രൂപീകരണ യോഗത്തിൽ കർമ്മപദ്ധതി അവതരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വിഷയാവതരണം നടത്തി. ഗ്രാമസഭ നടത്തിയാൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഏത് പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പൊതു പരിപാടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ, തൊഴിലുറപ്പ് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവര്, ഇതല്ലാതെ നമ്മൾക്ക് യുവജനങ്ങളെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പ്രവർത്തനത്തിന് ഈ ഹരിതകർമ്മസേന പ്രവർത്തനം നടക്കാത്ത വാർഡുകളിലേക്ക് അല്ലെങ്കിൽ നടത്താത്ത വീടുകളിലേക്ക് യുവത ഇറങ്ങിയാണ്. എന്ത് കാരണത്തിലാണ് അവർ കൊടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങൾ കുമ്പാരമാകുന്നത്? യുവജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയുള്ള കാലം അവരുടേതാണ് അല്ലെ. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മടിക്കൈ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി.ടി. മോഹനൻ ജനങ്ങളുമായി സംവദിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി.കെ. മധു, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ ഷൈബി, മാധ്യമപ്രവർത്തകരായ ടി. രാജൻ, സുധീരൻ മയ്യച്ച എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഘുനാടകവും അവതരിപ്പിച്ചു. ഇതെന്തിനാ ചാടി നിങ്ങൾക്കറിയോ? അവര് വീട്ടിലേക്ക് വരൂലേ, അവർക്ക് വീട്ടിലേക്ക് വന്ന് 50 ഉറുപ്പ് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പേനായിട്ടല്ലേ ചാടി. ഹരിതകർമ്മസേന വിത്ത് യൂത്ത് എന്ന പേരിൽ സംവാദ പരിപാടിയും നടന്നു. വാർഡ് മെമ്പർ മഹേഷ് വെങ്ങാട് പരിപാടി നിയന്ത്രിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാഹുൽ രാജ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.